നമസ്കാരം കൂട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രത്യേക ആൾക്കാർ വന്നിട്ട് ഓരോ യൂട്യൂബ് ചാനലിൽ ഇതിൽ കരുവാക്കിയിട്ട്, അതായത് ഹനാനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയണം. അതായത് എന്തുക്കും ഏതുക്കും നമ്മളങ്ങോട്ട് പിടിച്ചിടുക എന്നുള്ളത് ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു. ഞാനിപ്പോൾ ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ ആലോചിച്ചു. ഞാൻ ഇവരായിട്ട് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഷാനോനോട് പറഞ്ഞു ചെയ്തു, ഷാനോ നമ്മൾ ഇവരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല? ഷാനോനില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ പേര് ഇതിൽ എന്ത് വലിച്ചിട്ടാ? എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലേ? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസ്സുഖം. 1 ലക്ഷത്തോളം ആൾക്കാർ തത്സമയം അത് കണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയാണ് അടുത്തത് ഹനാൻഷൻ്റെയാണ്, അടുത്തത് ഹനാൻഷൻ്റെയാണ്, അടുത്തത് ഹനാനെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോണത്, അടുത്തത് ഹനാൻഷനെ കുറിച്ച് പറയും. ഈ വീഡിയോയിൽ ഹനാൻഷൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ, അത് കേട്ടാൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയാണത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉമ്മ, അല്ലെങ്കിൽ ആരായാലും, ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി ആക്കോട്ടെ, ആര് കേട്ടാലും, അല്ലെങ്കിൽ ഒരു ഉപ്പയാണ് ഇത് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത്. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? അതായത് യാതൊരു പ്രശ്നങ്ങളും തല കാണിക്കാതെ വളരെ മാനമര്യാദയോടെ ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രധാരണം അടക്കം കീപ്പ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ ഉള്ള ഒരാളെ, എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. അതായത് റമദാന്റെ ടൈമിൽ വളരെ മോശമായ രീതിയിലാണ് ഈ പറഞ്ഞ വ്യക്തികൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഈ പാവം ഇൻ്റെ പേരിനെ വെച്ച് ഒരുപാട് നേരം ഓഡിയൻസിനെ കീപ്പ് ചെയ്തതിന് ശേഷം പറയാതെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യനെ, അതിലുള്ള സ്ത്രീകളെ, എൻ്റെ ഉമ്മ സമാധാനിക്കുന്നു. അറക്കും ഞാൻ ആ പട്ടിയുടെ മോനെ. ബായി ഉടനെ ഒരു ശവപ്പെട്ടി കൊണ്ടുവരാൻ പറ. ഒന്നുകിൽ ഇന്ന് എൻ്റെ ശവം, അല്ലെങ്കിൽ അവൻ്റെ ശവം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. ഒരു 15 മിനിറ്റ് 20-25 മിനിറ്റ് നേരത്തേക്ക് എങ്ങനെ ഈ കുട്ടീൻ്റെ മാനസിക നിലയെ ഇത് ബാധിക്കും, എങ്ങനെ ഈ കുട്ടി എത്രത്തോളം എമോഷണലാവും. അവന്റെ ഒരു കലാപരിപാടി. കാരണം ഇതൊരാവശ്യമില്ലാത്തൊരു കുട്ടീനെ ഒരു ലൈവിൽ വന്നിട്ട് 1.5 ലക്ഷം ആൾക്കാർ തത്സമയം കാണുക, പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോൾ 8-8.5 ലക്ഷം ആൾക്കാർ ഈ 4.5 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണ്. തന്റെ മുഖം കണ്ടാൽ അറിയാം അടി കൊള്ളാൻ വേണ്ടി ജനിച്ച് വീണതാണെന്ന്. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതേപോലെ നോക്കി കണ്ടിരുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെ തൊട്ടിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല. നമ്മൾ ഒരു ദൗത്യത്തിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് ശബ്ദിക്കാണ്ട് ആ ദൗത്യം എന്താണെന്നുള്ളത് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തൊരു ടേം. ചാരമാണെന്ന് കരുതി വെറുതെ ചകയാൻ നിൽക്കണ്ട. കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. ആ സമയത്ത് വേണമെങ്കിൽ രോഷം കയറി നമുക്ക് അതിൽ വിപ്ലവം പുറപ്പെടുപ്പിക്കുക. ആ സമയത്ത് അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, വീരവാദങ്ങൾ മുഴക്കുക, തിരിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരും മോശമായ രീതിയിൽ ചിത്രീകരിക്കുക. ഇതൊക്കെ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ ഒന്നും ചെയ്യാതെ ഞങ്ങൾ എന്ത് ചെയ്തു, 2 മണിക്ക് ഞങ്ങളെ ഫോണിൽ നിന്ന് ആദ്യത്തെ കോള് പോവാണ് സ്റ്റേഷനുകളിലേക്കും അതാത് വകുപ്പുകളിലുള്ള വ്യക്തികളിലേക്കും. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. നമ്മൾ ആദ്യം തന്നെ സ്റ്റേഷൻ SIക്ക് പരാതി കൈമാറുന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? എന്തിനാടാ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് ഈ പാവം ഞങ്ങളെ വീട്ടിലൊരു കുട്ടി ഞങ്ങൾ വലിച്ചിടുന്നു? എന്തിന്റെ സൂക്കടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിനെ വലിച്ചിടുമ്പോൾ ഇത് ഫാമിലിയാണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ഫാമിലി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ഞങ്ങൾക്ക്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഈ പുറത്ത് വിട്ട ആൾക്കാരും ഈ ശബ്ദരേഖയിലുള്ള ആൾക്കാരും ഒക്കെ ഈക്വലി എന്താണ്, ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ഈ കുട്ടിനെ ആവശ്യമില്ലാണ്ട് കൊത്തി കയറിയതിലൊരു പാർട്ടാണ്. ഞാനിത് കേൾക്കേണ്ടവനാ. നീ ഇത് കേൾക്കേണ്ടത് തന്നെയാണ്. അപ്പം എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു മാപ്പ് അർഹിക്കണ തെറ്റുപോലല്ല. അതായത് വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു സങ്കടമോ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നുണ്ടായ ഒരു നഷ്ടം തീരൂല. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ SIക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു, പിന്നീട് CI സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തു, വേറൊരു CI സാറിന് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ നമ്മൾ SP സാറെ കാണാൻ പോയി. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ, ഉപ്പിടണം കുറച്ച്. അപ്പോൾ സനു ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും
ആഭ്യന്തരമന്ത്രി, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മുമ്പാകെ നിങ്ങൾ ഈ പരാതി എന്തായാലും ബോധ്യപ്പെടുത്തണം. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? ഇന്ന് രാവിലെ നമ്മൾ ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ കണ്ട് ഈ കളിയാക്കിയ വ്യക്തികൾ ഞങ്ങളെ വീട്ടിലെ ആൾക്കാരെ മാത്രമല്ല സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് എത്ര മോശമായ രീതിയിലാണ് ഇവർ കണ്ടത് ഇത്രയും കാലം എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇവര് AI വോയിസ് ആണ്, അതായത് ഞങ്ങളെയൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ. LKG കുട്ടികൾ എനിക്ക് തോന്നുന്നു ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയുന്നത്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. കാരണം ഈ വോയിസിൽ ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ വീട്ടിലെ വ്യക്തികൾ ഓരോരുത്തരുടെ വോയിസും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത്ര സീറ്റ് വ്യത്യാസത്തിൽ നമുക്കിത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സംഭവത്തെക്കുറിച്ച് 10-12 മിനിറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണത്? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് എക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കിതുവരെ ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവനാണ്, അതായത് ഈ ഒരു സംഭവം വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങളതിൽ കുത്തിക്കയറ്റിക്കണോ, അല്ലെങ്കിൽ നിങ്ങളത് മാറ്റം വരുത്തി ഉണ്ടാക്കണം എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കുകളും സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുള്ള 2026 സൈബർ ലോകത്താണ് നമ്മൾ ജീവിച്ചു പോണത്. അപ്പോൾ ഇവർ പറയണ ഈ AI വോയിസിൽ യാതൊരു, അതായത് ഒരു തരത്തിലും 100%-ൽ 1% പോലും ന്യായമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ഇന്നത്തെ കാലത്തെ എക്ക് ഇനി ചിലപ്പം 2055-ലോ 60-ലോ ചിലപ്പോൾ പറ്റിയേക്കാം. പക്ഷേ ഇന്നത്തെ കാലത്തെ എക്ക് ഒരിക്കലും ആ ഇന്ന വ്യക്തികളുടെ കൃത്യമായ ശബ്ദം, അതായത് ഞങ്ങളെ ശബ്ദം അടക്കണ്ട്, ഞങ്ങളെ ശബ്ദം എക്ക് കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. പോലീസ് നിന്നെ കുനിച്ച് നിർത്തി ഇടിച്ച് നിന്റെ ബോധം കളഞ്ഞോളൂ. അതായത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞാൽ, ഏറ്റവും പെയ്ഡ് ആയിട്ടുള്ള AI സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് പോലും ഈ ഒരു പാട്ട് ഞങ്ങളുടെ ശബ്ദത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാലത്ത് കണ്ണൂർ സ്ലാങ്ങിൽ 10-15 ആൾ ഒരു റൂമിൽ ഇരിക്കണം, ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവണം, അതിനെ വിമർശിക്കണ തരത്തിൽ വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അല്ലെങ്കിൽ അതിനെ വളരെ 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 കുടുംബത്തിൽ കയറ്റാത്ത വണ്ണം, മോശമായ രീതിയിൽ കയറ്റാൻ പറ്റാത്ത വണ്ണം എല്ലാ സ്ത്രീകളെയും, മൊത്തം സ്ത്രീകളെയും ഉമ്മമാരെയും യുവതികളെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു വോയിസ് ഇപ്പോഴത്തെ കാലത്ത് AI ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സൂപ്പർ ചാറ്റിൻ്റെ സൗണ്ട് എങ്ങനെ ഓഫാക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഈ AI ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം, നാളത്തെ കാര്യം സംശയമാണ്.